ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു സംവിധായകൻ കൂടിയായിട്ടുള്ള ശാന്തിവിള ദിനേശ് എന്നത്. പുതിയ റിലീസുകളുമായും താരങ്ങളുമായും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി പലപ്പോഴും വീഡിയോകൾ ചെയ്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം മുന്നോട്ട് വരാറുമുണ്ട്. ഇപ്പോഴിത് അടുത്തിടെ റിലീസ് ചെയ്തിട്ടുള്ള മലയാള സിനിമയായ തുടരുമിനെ കുറിച്ചും പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ചും ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം വൈറലാവുകയാണ്. തുടരും സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വീഡിയോ ആരംഭിക്കുന്നത്. തുടരും സിനിമ വലിയ വിജയമായതിനെ തുടർന്ന് സൂപ്പർ താരങ്ങളുടെ എല്ലാം ഓപ്പൺ ഡേറ്റ് തരുൺ മൂർത്തിക്ക് ലഭിച്ചതായി ദിനേശ് തുറന്നു പറയുകയുണ്ടായി. എന്നാൽ ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ തരുണിന്റെ കരിയറിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് എപ്പോഴും സിനിമയെക്കുറിച്ച് തോന്നിയ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു സിനിമ വിജയിച്ചു എന്ന് വെക്കുക, വിജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും യഥാർത്ഥത്തിൽ സിനിമ എടുക്കുന്നത്. അങ്ങനെ വലിയ വിജയമായൊരു സിനിമ വരികയാണെങ്കിൽ ആ സിനിമയുമായി സഹകരിച്ചവർക്കൊക്കെ തന്നെ പുതിയ ഓഫറുകൾ കൊണ്ട് നിന്ന് തിരിയാൻ പറ്റാത്ത തരത്തിലാവുകയും ചെയ്യും. ഏത് സ്വീകരണമെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനിലാവുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുടെ ചരിത്രം എനിക്ക് നന്നായി തന്നെ അറിയാം. 5 സിനിമ പരാജയപ്പെട്ടിട്ട് ഒന്ന് വിജയിച്ചാലും മതി, പിന്നെ നിൽക്കാൻ പറ്റില്ല ആ ആളിന്. ശരിക്കും കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടിയ സിനിമയായി മാറുകയാണ് യഥാർത്ഥത്തിൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന ചിത്രം. ഇന്ത്യയെ മാറ്റി നിർത്തി മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാമായി 93 കോടിയാണ് യഥാർത്ഥത്തിൽ സിനിമ കളക്ഷനായി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിലെ പാട്ട് 3 കോടിക്ക് അടുത്ത് നൽകിയാണ് സോണി ലൈവ് വാങ്ങിയിരുന്നത്. അങ്ങനെ ചരിത്ര വിജയമായി മാറുകയാണ് യഥാർത്ഥത്തിൽ തുടരും എന്ന ചിത്രം. 10 വർഷം സംവിധാനം ചെയ്താലും തീരാത്ത അത്രത്തോളം ഓഫറുകളാണ് തരുൺ മൂർത്തിക്ക് തുടരും എന്ന ചിത്രത്തിന്റെ വിജയത്തോടെ വരുന്നതെന്ന് ഞാൻ അറിയുകയും ചെയ്തു. കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അതിശയം തോന്നി. മറ്റൊരു സിനിമ ചെയ്യാൻ കൂടി മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് തരുൺ മൂർത്തിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളും. നടൻ സൂര്യയുടെയും ഓപ്പൺ ഡേറ്റ് തരുൺ മൂർത്തിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ, കാർത്തി, ശിവകാർത്തികേയൻ തുടങ്ങിയവരും ദിലീപ് അടക്കം മാർക്കറ്റ് വാല്യൂ ഉള്ള മലയാളത്തിലെ ഭൂരിഭാഗം താരങ്ങളും തരുൺ മൂർത്തിക്ക് ഓപ്പൺ ഡേറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആര് സിനിമ പിടിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഈ സിനിമ ചെയ്യണമെങ്കിൽ തരുൺ മൂർത്തി തന്നെ വേണമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ. അതാണ് ശരിക്കും സിനിമയുടെ ശാപം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ശരിക്കും സൂക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ തരുൺ മൂർത്തിയാണ്. കാരണം അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമ തുടരുമിന്റെ പകുതി വിജയമെങ്കിലും നേടാതിരിക്കുകയാണെങ്കിൽ തരുൺ മൂർത്തിക്കായിരിക്കും അതിന്റെ ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക. കാരണം ഇവരെല്ലാം തന്നെ മുങ്ങിക്കളയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയും ഇല്ലായിരിക്കും. ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഓരോ സിനിമയും ചെയ്യാവുള്ളൂ എന്നും ശാന്തിവിള ദിനേശ് തുറന്നു പറഞ്ഞു. ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങളെക്കുറിച്ചും നെഗറ്റീവ് റിവ്യൂകളോട് തനിക്ക് എതിർപ്പും പുതിയ വീഡിയോയിലൂടെ ശാന്തിവിള ദിനേശ് പങ്കുവയ്ക്കുകയുണ്ടായി. ദിലീപ് സിനിമയെക്കുറിച്ച് താൻ സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. കോവലൻ വീണ്ടും പൈസ അയച്ചു തന്നു, കോവലന്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടി എന്നൊക്കെ തുടങ്ങി ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറെ പമ്പര വിഡ്ഢികളുടെ കമന്റ് എത്തുമെന്നും എനിക്ക് നന്നായി തന്നെ അറിയാവുന്ന കാര്യമാണ്. അതിലൂടെ എന്തെങ്കിലും സുഖം എഴുതുന്നവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്തായാലും ദിലീപിന്റെ 150ാമത്തെ ചിത്രം വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ വിജയം ദിലീപിന് ഒരു അനുഗ്രഹമായെന്ന് ഞാൻ ശരിക്കും പറയും. ദിലീപിന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണോ അല്ലെങ്കിൽ പറഞ്ഞ തുക കുറവായതുകൊണ്ടാണോ എന്ന് അറിയില്ല. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റും OTTയും വിറ്റിരുന്നില്ല. സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ തുക ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മുടക്കുമുതലും ലാഭവും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കിട്ടുകയും ചെയ്തെന്നാണ് വിവരങ്ങളെല്ലാം. അതുപോലെ ഈ സിനിമയെ താഴ്ത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവർ തന്നെ പറയുന്നു എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, ദിലീപേട്ടൻ വിജയിച്ചുവെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതപരവും അതുപോലെ വ്യക്തിഹത്യയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാമല്ലോ. തനിക്ക് ഇഷ്ടമല്ലാത്തവരെയും തനിക്ക് തരേണ്ടത് തരാത്തവരെയും വധിക്കാനുള്ള ഉപാധിയായി നവമാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നതാണ് യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തെ അവസ്ഥ എന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് വിജയ സിനിമയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടെ സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശരിക്കും കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ നിന്നൂടെ എന്നാണ് സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ച ചോദ്യം. കോടതി വിധിക്ക് മുമ്പ് ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിച്ച് കുറെ ചാനലുകളുടെയും സിനിമാ എതിരാളികളുടെയും കെണിൽ പൊതുജനം വീണതായിട്ടാണ് ഞാൻ കൂടുതലും കരുതുന്നത്. ഇക്കാര്യം ഞാൻ ദിലീപിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ പൊതുജനത്തെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല.
ദിലീപ് തന്നെയാണ് ആ കൃത്യം ചെയ്തതെന്ന് ചാനലുകളെല്ലാം പറയുമ്പോൾ തന്നെ അല്ല എന്ന് ജനത്തിന് പറയാൻ പറ്റുമോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. എത്ര പെട്ടെന്നാണ് ജനപ്രിയനായ ഒരു നടനെ കൊള്ളക്കാരനായി മാറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ദിലീപിനെ വിമർശിച്ചുകൊണ്ട് കമന്റ് എഴുതുന്നവർക്കും കാലം മറുപടി കൊടുക്കുന്നതായിരിക്കും. എത്ര നല്ല പടമായാലും ദിലീപിൻ്റെതാണെങ്കിൽ വിജയിക്കില്ലെന്നാണ് വിമർശിച്ചവർ കൂടുതലും പറഞ്ഞിരുന്നത്. പക്ഷെ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടാണോ അതോ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല. പടം വളരെയധികം ഹിറ്റായി. ആന്റണി പെരുമ്പാവൂറുമായി ചേർന്ന് ദിലീപ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന സംഘടന ഉണ്ടാക്കുകയും ചെയ്തല്ലോ.